മുണ്ടൂർ തൂത് നാലുവരിപ്പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ സ്ഥലത്ത് കൂട്ടിയിട്ട മൺകൂന ശക്തമായ മഴയിൽ ഇടിഞ്ഞു വീണു. പെരുമാങ്ങോട് മഹാകാളിയമ്മ ക്ഷേത്രം റോഡിനും സമീപത്തുമുള്ള വീടുകൾക്ക് മണ്ണൊലിച്ചെത്തുന്നത് ഭീഷണിയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡിൽ പെരുമാങ്ങോട് മണിയാണി മഹാകാളിയമ്മ ക്ഷേത്രത്തിനു മുൻവശത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മുണ്ടൂർ തൂത് നാലുവരിപ്പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നീക്കം ചെയ്യുന്ന മണ്ണാണ് ഒലിച്ചെത്തുന്നത്. നിരവധി തവണ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിട്ടും അധികാരികളെ അറിയിച്ചിട്ടും വേണ്ട നടപടികൾ എടുത്തില്ല എന്ന് നാട്ടുകാർ പറഞ്ഞു. അവിടുന്ന് ഒരുപാട് മണ്ണ് ഇടിഞ്ഞ് നമ്മുടെ പ്രദേശത്തെ വീടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ കൂട്ടി പറഞ്ഞതാണ്. എന്നിട്ട് പോലും അത് അവർ അവഗണിച്ചുകൊണ്ട് ഇന്ന് ഈ പ്രദേശവാസികൾ ആശങ്കയിലാണ്. എങ്ങനെ ഇവിടെ ജീവിക്കാൻ കഴിയും? സ്വത്തിനും ജീവനും നാശനഷ്ടം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് എത്തിക്കുക. അപ്പൊ അധികാരികള് എത്ര ഇത് പറഞ്ഞിട്ടും ഇത് ചെയ്യാൻ നടപ്പിലാക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ട നടപടികൾ എടുത്തില്ലെങ്കിൽ ഈ പ്രദേശവാസികളുടെ പ്രതിഷേധങ്ങള് ഈ പ്രദേശത്ത് നടത്തേണ്ടി വരും എന്നൊരവസ്ഥ നിലനിൽക്കുന്നു. എത്രയും പെട്ടെന്ന് പണികൾ പൂർത്തീകരിച്ച് ജനങ്ങളുടെ സംരക്ഷണം ഉണ്ടാക്കി തരണമെന്നാണ് പറയാനുള്ളത്. മണ്ണ് ഇടിഞ്ഞു വീണത് സമീപവാസികൾ അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് ശ്രീകൃഷ്ണപുരം പോലീസ് വില്ലേജ് ഉദ്യോഗസ്ഥരെത്തി അപകട സാധ്യതയുള്ള വീടുകളിലെ ആളുകളോട് മറ്റു വീടുകളിലേക്ക് മാറി താമസിക്കുന്നതിന് നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർ നടപടികൾക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക KSTP അധികാരികളോട് നിർദ്ദേശിക്കുകയും റോഡിലെ മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഉടൻ സംരക്ഷണ ഭിത്തിയുടെ പുനർനിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയതായി MLA K പ്രേംകുമാറും പറഞ്ഞു. KSTP മേൽനോട്ടം വഹിക്കുന്ന മംഗലാംകുന്ന് പ്രദേശത്ത് മണിയാണി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയുടെ സമീപത്തുള്ള വീട്ടുകാർക്ക് ഭീഷണിയാകുന്ന നിലയിലാണ് മണ്ണ് കൂട്ടിയിട്ടുള്ളത്. ആ മണ്ണ് ഇന്ന് ഏതാനും ഒരു ഭാഗം ഇടിഞ്ഞ് സമീപവാസികൾക്ക് യാത്രയ്ക്കും താമസത്തിനും പ്രയാസം ഉണ്ടാകുന്ന നിലയിലേക്ക് മാറുന്ന സ്ഥിതി ഉണ്ടായി. ഇനിയും ധാരാളം മണ്ണ് അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തരമായി തന്നെ പരിഹാര മാർഗങ്ങൾ ചെയ്യാമെന്നും നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രൊട്ടക്ഷൻ വാളിന്റെ നിർമ്മാണം, സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം അടിയന്തരമായിട്ട് പുനരാരംഭിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. നാളെ തന്നെ അത് ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. കാലാവസ്ഥ മറ്റ് തടസ്സങ്ങളില്ലെങ്കിൽ നാളെ തന്നെ പണി ആരംഭിക്കും. കലക്ടർ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിലും ഇക്കാര്യം പെടുത്തും. സ്വാഭാവികമായും ജനങ്ങൾക്കുണ്ടാകുന്ന ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടി നിശ്ചയമായും മുൻകൈയെടുക്കുമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് ജനപ്രതിനിധികളും ഇവിടെ വരികയും അത്യാവശ്യത്തിനുള്ള ക്രമീകരണം എന്ന നിലയിൽ അവിടെ വീടിന്റെ ഭാഗത്തേക്ക് വന്ന മണ്ണ്, വഴിയിൽ വന്ന മണ്ണ് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി അവിടെ മണ്ണ് മാറ്റുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രദേശവാസികൾക്ക് ഇവിടെ സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉറപ്പുവരുത്താനുള്ള എല്ലാ ഇടപെടലും MLA എന്ന നിലയിൽ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ ഉറപ്പു നൽകുകയാണ്. CCN കടമ്പഴിപ്പുറം.